ഏവർക്കും ജോഫീസ് വ്ലോഗിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഗൂഗിൾ മാപ്പിൽ വന്നിട്ടുള്ള ഒരു അത്യുഗ്രൻ ഓപ്ഷനാണ്. ഒരുപക്ഷെ നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവും ഗൂഗിൾ മാപ്പ് സ്ട്രീറ്റ് വ്യൂ എന്ന വാക്ക്. നിങ്ങളിൽ പലരും ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ടുമുണ്ടാവും. എന്നാൽ ഇതുവരേക്കും ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂ എന്താണെന്നോ അല്ലെങ്കിൽ അത് ഉപയോഗിച്ചിട്ടില്ലാത്തവർക്കോ വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ. ചിലപ്പോൾ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ എവിടെ വെച്ചെങ്കിലും ഇതുപോലെ മുകളിൽ 4 വശത്തേക്കും ക്യാമറ ഫിറ്റ് ചെയ്ത അതിൽ സ്ട്രീറ്റ് വ്യൂ എന്ന് ലേബലുള്ള ഒരു വാഹനം വളരെ പതിയെ കടന്നു പോകുന്നത് ശ്രദ്ധിച്ചിരിക്കാം. അത് മറ്റൊന്നുമല്ല, ഗൂഗിൾ മാപ്പിൻ്റെ സ്ട്രീറ്റ് വ്യൂ ഓപ്ഷൻ ഷൂട്ട് ചെയ്യുന്ന ടീമാണ്. എപ്പോഴെങ്കിലും ഇങ്ങനൊരു വാഹനം നിങ്ങളെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഓർത്തോളൂ, ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂവിൽ നിങ്ങളുടെ ഇമേജും പതിഞ്ഞിരിക്കുന്നു. ഇനി കാര്യത്തിലേക്ക് വരാം. എന്താണ് ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂ? അതുകൊണ്ട് എന്താണ് നമുക്ക് പ്രയോജനം? ആദ്യം തന്നെ എന്താണ് ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂ എന്ന് പറയാം. 2007 മെയ് മാസം 25 ഗൂഗിളിൻ്റെ സ്ട്രീറ്റ് വ്യൂ എന്ന ടെക്നോളജി ലോഞ്ച് ചെയ്യുകയുണ്ടായി. എല്ലാ രാജ്യത്തിൻ്റെയും വഴികളെല്ലാം 360 ഡിഗ്രിയിൽ കാണുവാനുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് ഇത്. ലോഞ്ചിങ്ങിന് ശേഷം നിരന്തര പരീക്ഷണങ്ങളും പഠനങ്ങളും നടത്തുകയും കൂടുതൽ സംരംഭകരും കമ്പനികളും ഈ പ്രൊജക്റ്റിൻ്റെ ഭാഗമാകുകയും ചെയ്തു. 2017 മെയ് മാസം 83 രാജ്യങ്ങളിലായി, അതായത് ലോഞ്ചിങ്ങിന് ശേഷം 10 വർഷങ്ങൾക്ക് ശേഷം 83 രാജ്യങ്ങളിലായി 16 മില്യൺ കിലോമീറ്റർ ഈ പ്രൊജക്റ്റിന് വേണ്ടി കവർ ചെയ്തു എന്ന് ഗൂഗിൾ അനൗൺസ് ചെയ്യുകയുണ്ടായി. എന്നാൽ ചില സെക്യൂരിറ്റി കാരണങ്ങളാൽ ഷൂട്ടിംഗ് ബാൻ ചെയ്തിരുന്ന ഇന്ത്യയിൽ 2022 ജൂൺ മാസമാണ് ഇതിന് പുനരനുമതി ലഭിച്ചത്. അന്നു മുതൽ ഇന്ന് വരെ ഏകദേശം 1 വർഷം സമയം കൊണ്ട് ഏകദേശം ഒട്ടുമിക്ക സ്ഥലങ്ങളും ഇതിനാൽ കവർ ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്താണ് ഇതിൻ്റെ പ്രയോജനമെന്ന് നമുക്ക് നോക്കാം. ഈ ഓപ്ഷൻ്റെ ഒരു പ്രധാന പ്രയോജനം നമ്മൾക്ക് പ്രവാസികൾക്കാണുള്ളത്. മറ്റൊന്നുമല്ല, ഇടയ്ക്ക് നമ്മുടെ നാടൊന്ന് കാണുകയും നാട്ടിലെ തെരുവീഥികളിലൂടെ ഒരു യാത്ര നടത്തുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ നൊസ്റ്റാൾജിക് ഫീലിംഗ് അതൊന്ന് വേറെ തന്നെയാണ്. എന്നാൽ ഇതിൻ്റെ ഒരു പ്രധാന പ്രയോജനം മറ്റൊന്നാണ്. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുവാൻ ഒരുങ്ങുമ്പോൾ നാം പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എങ്ങനെയിരിക്കുന്നു എന്നും മറ്റും മനസ്സിലാക്കുവാൻ ഇത് നമ്മളെ സഹായിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് ഒരാൾ ഒരു ലൊക്കേഷൻ അയച്ചു തന്നു, നമ്മൾ ഇതുവരെ പോയിട്ടില്ലാത്ത സ്ഥലമാണ്. അവിടെ ചെന്ന് വണ്ടി നിർത്തുന്നതിന് മുമ്പ് നമുക്ക് ആ സ്ഥലം നേരിട്ട് കണ്ട് നിരീക്ഷിക്കാവുന്നതാണ്. അതുമല്ലെങ്കിൽ നാം കടന്നുപോയ ഒരു സ്ഥലം, അവിടെ ഒരു ബോർഡിൽ ഒരു നമ്പറോ ഒരു പേരോ എഴുതിയിരുന്നത് നാം ശ്രദ്ധിച്ചില്ല. ആ സ്ഥലത്തേക്ക് തിരിച്ചു പോകാതെ തന്നെ നമുക്ക് ഈ ഓപ്ഷൻ ഉപയോഗിച്ച് അത് വായിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ നിങ്ങളെ ഈ ഓപ്ഷൻ കാണിക്കുന്നതിനായി കോട്ടയം ടൗണിൽ കൂടെ ഒരു യാത്ര നടത്തുകയാണ്. അതിൻ്റെ കാഴ്ചകൾ നിങ്ങൾ നേരിട്ട് കണ്ടു തന്നെ മനസ്സിലാക്കുക. ഇനി നിങ്ങൾക്ക് ഇന്ത്യ വിട്ട് മറ്റേതെങ്കിലും രാജ്യത്തിലൂടെ ആണ് യാത്ര നടത്തണം എന്നുള്ളതെങ്കിൽ അതും സാധ്യമാണ്. യൂറോപ്യൻ രാജ്യങ്ങളോ അമേരിക്കയോ ഏത് രാജ്യത്തിലൂടെയും, ഗൂഗിൾ മാപ്പുള്ള ഏത് രാജ്യത്തിലൂടെയും ഈ യാത്ര നമുക്ക് സാധ്യമാണ്. ഇനി നമുക്ക് ഈ ഓപ്ഷൻ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യം ഏതെങ്കിലും ഒരു ബ്രൗസർ എടുത്ത് അതിൽ ഗൂഗിൾ മാപ്പ് തുറക്കുക. ഗൂഗിൾ മാപ്പിൻ്റെ സൈഡിൽ ഇതുപോലെ ഒരു ലെയർ ഐക്കൺ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് അതിൽ നിന്നും സ്ട്രീറ്റ് വ്യൂ സെലക്ട് ചെയ്യുക. സ്ട്രീറ്റ് വ്യൂവിൻ്റെ ഐക്കൺ ഇങ്ങനെയാണ് ഉണ്ടാവുക. അത് സെലക്ട് ചെയ്ത ശേഷം മാപ്പ് സ്ക്രീനിൽ നോക്കുമ്പോൾ ഇങ്ങനെ ബ്ലൂ കളറിൽ റോഡുകൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് കണ്ടാൽ മനസ്സിലാക്കുക അവിടെ ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂ കവറേജ് ചെയ്തിട്ടുള്ള സ്ഥലമാണ് എന്ന്. ആ മാപ്പ് സൂം ചെയ്ത ശേഷം ബ്ലൂ കളർ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഏതെങ്കിലും, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഏതെങ്കിലും ഒരു റോഡിൽ ക്ലിക്ക് ചെയ്താൽ നല്ല ഹൈ ഡെഫിനിഷനിലുള്ള ക്യാമറ വ്യൂ തെളിഞ്ഞു വരുന്നത് കാണാം.
അതിൽ മുൻപോട്ടുള്ള ആരോ ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് അത് മുമ്പോട്ട് പോകുന്നതും, ഇനി നമുക്ക് പിന്നിലോട്ടുള്ള റോഡിലേക്കാണ് പോകേണ്ടതെങ്കിൽ അങ്ങോട്ടുള്ള ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വ്യൂ അങ്ങോട്ട് പോകുന്നതും കാണാം. ഏതെങ്കിലും ഒരു സ്പോട്ടിൽ വെച്ച് സ്ക്രീൻ ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ ആ സ്ഥലത്തിൻ്റെ 360 ഡിഗ്രിയിലുള്ള വ്യൂ നല്ല ക്ലിയറായി തന്നെ കാണുവാൻ സാധിക്കും. ഇത്രയും നേരം ഈ ഓപ്ഷൻ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിലാണ് കാണിച്ചത്. എന്നാൽ ഇനി മൊബൈലിൽ അതെങ്ങനെ എടുക്കാം എന്ന് നമുക്ക് നോക്കാം. അതിന് ആദ്യമായി മൊബൈലിൽ നമ്മുടെ ഗൂഗിൾ മാപ്പിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം കമ്പ്യൂട്ടറിൽ കാണിച്ചതുപോലെ തന്നെ ആ ലെയർ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് അതിൽ നിന്നും സ്ട്രീറ്റ് വ്യൂ സെലക്ട് ചെയ്യുക. അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ബ്ലൂ കളറിൽ ഹൈലൈറ്റ് ചെയ്ത റോഡുകൾ കാണുവാൻ സാധിക്കും. ആ ഹൈലൈറ്റ് ചെയ്ത റോഡ് സൂം ചെയ്ത് മാക്സിമം സൂം ചെയ്തതിന് ശേഷം ആ റോഡിൽ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ സൈഡിലായി ആ റോഡിൻ്റെ സ്ട്രീറ്റ് വ്യൂ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ കണ്ട വ്യൂ നമുക്ക് മുമ്പോട്ടോ പിമ്പോട്ടോ ഒക്കെ നമുക്ക് ചലിപ്പിക്കാവുന്നതാണ്. ഇനി അത് ഫുൾ സ്ക്രീൻ ആക്കണമെങ്കിൽ അതിൻ്റെ സൈഡിൽ ആ 2 ആരോയുള്ള ആ ഐക്കൺ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫുൾ സ്ക്രീൻ ആവുന്നതാണ്. ഇതിപ്പോൾ സൗദി അറേബ്യയുടെ ഒരു സ്ട്രീറ്റാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ഹൈ ഡെഫിനിഷനിലുള്ള ക്യാമറയിൽ നല്ല അത്യുഗ്രൻ ഇമേജാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇനി ആ ആരോ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൈഡിൽ അതിൻ്റെ സ്ട്രീറ്റ് വ്യൂവും മറു സൈഡിൽ അതിൻ്റെ യഥാർത്ഥ മാപ്പ് വ്യൂവും കാണുവാൻ സാധിക്കും. ഇനി നമുക്കൊരാൾ അയച്ചു തന്ന ഒരു ലൊക്കേഷൻ എങ്ങനെയാണ് ഈ ഓപ്ഷനിലൂടെ നമുക്ക് പ്രയോജനപ്പെടുത്താം എന്ന് നോക്കാം. ഇത് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് അയച്ചു തന്നൊരു ലൊക്കേഷനാണ്, അവൻ്റെ വീടിൻ്റെ ലൊക്കേഷൻ. ആ ലൊക്കേഷൻ സാധാരണ നമ്മൾ വാട്സപ്പിൽ ലൊക്കേഷൻ ക്ലിക്ക് ചെയ്ത് എടുക്കുന്നത് തന്നെ ക്ലിക്ക് ചെയ്ത് അതിൽ നിന്നും ഗൂഗിൾ മാപ്പ് സെലക്ട് ചെയ്ത് ഞാൻ എടുത്തിരിക്കുകയാണ്. ഇപ്പം ഞാൻ സൗദി അറേബ്യയിലുള്ളതിനാൽ എനിക്ക് അങ്ങോട്ടേക്കുള്ള വഴി ലൊക്കേഷനായിട്ട് കാണുവാൻ സാധിക്കുന്നില്ല. ആയതിനാൽ മാത്രം ഞാൻ അതിൻ്റെ ആ യുവർ ലൊക്കേഷൻ എന്ന സ്ഥലത്ത് കോട്ടയം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ കോട്ടയത്ത് നിന്നും എൻ്റെ ആ ഫ്രണ്ടിൻ്റെ തൃശ്ശൂരുള്ള വീട്ടിലേക്കുള്ള വഴി മാപ്പിൽ അടയാളപ്പെടുത്തി വരുന്നത് കാണുവാൻ സാധിച്ചു. അത് ഞാൻ സൂം ചെയ്ത് എനിക്ക് എത്തേണ്ട സ്ഥലം നോക്കുകയാണ്. ആ ഡെസ്റ്റിനേഷൻ നന്നായി സൂം ചെയ്ത ശേഷം ഇടതുവശത്ത് താഴെയുള്ള ഇമേജിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ആ ഡെസ്റ്റിനേഷൻ്റെ 360 ഡിഗ്രിയിലുള്ള ഇമേജ് തെളിഞ്ഞു വന്നതായി കണ്ടു. അത് എക്സിറ്റ് ചെയ്ത ശേഷം ഒന്നുകൂടി സൂം ചെയ്ത് ലെയറിൽ നിന്നും സ്ട്രീറ്റ് വ്യൂ സെലക്ട് ചെയ്തു. ആ വഴിയിൽ ക്ലിക്ക് ചെയ്തപ്പോൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഒരു സൈഡിൽ ഗൂഗിൾ മാപ്പും അതിൻ്റെ മറു സൈഡിലായി വഴിയുടെ യഥാർത്ഥ വ്യൂവും കാണുവാൻ സാധിച്ചു. അതിൽ കൃത്യം ആ ലൊക്കേഷൻ്റെ നേരെ വ്യൂ തിരിച്ചപ്പോൾ എൻ്റെ ആ ഫ്രണ്ടിൻ്റെ വീട് നല്ല ക്ലാരിറ്റിയിൽ തന്നെ തെളിഞ്ഞു വന്നതായി കണ്ടു. അപ്പോൾ ഇതാണ് ഗൂഗിൾ മാപ്പ് സ്ട്രീറ്റ് വ്യൂ. ഇതൊക്കെയാണ് ഗൂഗിൾ മാപ്പ് സ്ട്രീറ്റ് വ്യൂ കൊണ്ട് നമുക്കുള്ള പ്രയോജനങ്ങൾ. കൂടുതൽ പ്രയോജനങ്ങൾ ഇതുകൊണ്ട് തോന്നിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുവാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ വീണ്ടും ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കുന്നതിനു വേണ്ടിയുള്ള പ്രചോദനത്തിനു വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മടി കാണിക്കരുത്. അപ്പോൾ ഇതുപോലെ അടുത്തൊരു അറിവുമായി ഉടൻ തന്നെ എത്തുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.